അമ്മാവാ അമ്മാവാ എന്ത് മോളെ കുത്തിരിക്കുവായിരുന്നോ? ഈ സാധനം കൊണ്ട് നടക്കണം എന്ന് ഞാനൊരു 100 വട്ടം അമ്മാവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതടിക്കുമ്പോ കൊണ്ടു തരലാണ് എന്റെ ഡ്യൂട്ടി. ഞാൻ എന്താ അമ്മാവന്റെ പിയെയോ? ആര് വിളിച്ചത്? വിളിച്ചാരാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കട്ടായി പോയി. വിളിക്ക് തിരിച്ച്. അത് ആൾക്ക് ആവശ്യമുള്ളപ്പോ വിളിച്ചോളൂ. എന്നാ പിടി പിടി. നമ്മൾ വെറുതെ പൈസ കളയണത്. എന്തോ നീ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കണത്? ഞാനേ നമ്മളെ കൃഷിമന്ത്രിക്ക് ഒരു കത്ത് എഴുതുന്നത്. എന്നെ പോലുള്ള ജൈവ കർഷകർക്ക് ഇവിടെ ഒരു വിലയും ഇല്ല, അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. നോക്കട്ടെ. പ്രായമുള്ള കൃഷിമാക്രി എന്തോ എഴുതി വെച്ചിരിക്കുന്നത്? എന്ത് എടി മോളെ? പ്രായമുള്ള കൃഷിമാക്രി. മാക്രി എന്ന് വെച്ചാ എന്താ? എന്തോ ഇങ്ങനെയൊക്കെ. അങ്ങനെയല്ല, അത് മോക്ക് വായിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടാണ്. ഇത് കൂട്ടക്ഷരമാണ്, പഴയ ലിപി, ഞാൻ അന്ന് പഠിച്ചത്. ഇങ്ങനെ കൂട്ടക്ഷരം എഴുതി കൊടുത്തിട്ട് അവർക്ക് എന്തായാലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റണ്ടേ അമ്മാവ്? ഇത് മാക്രി പോലും. എന്നാ മോളൊരു കാര്യം ചെയ്യ്, മന്ത്രിക്ക് കൊടുക്കാൻ ഒരു കത്ത് മോൾ എഴുതാ. ഞാൻ ആലോചിക്കാം. ആര് വിളിക്കുന്നു? ഹലോ, ഇത് ജയനാണ്. അപ്പുറത്താരാണ്? പിങ്കി മോളച്ചനാ? സാറേ, സാറിനാണ് സാറേ എൻ്റെ നമ്പർ കിട്ടിയേ. അയ്യോ, സുഖമായിരിക്കുന്നു. പിങ്കി മോൾ നന്നായിട്ടിരിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. എന്തോ സാർ, അത് പ്രത്യേകിച്ച് പറയണോ? ഞാൻ നോക്കിക്കൊള്ളാം, ഒരു കുറവും ഉണ്ടാവില്ല. പയ്യനാ? ഇല്ല സാറേ, അങ്ങനെ ആരും വന്നിട്ടില്ല. ഇല്ല ആരും വന്നില്ല. ജിത്തുവാ? ഇല്ല, അങ്ങനെ ഒരു പയ്യനെ ഇവിടെ വന്നിട്ടില്ല സാറേ. അല്ല, അത് സാറേ ഇവിടെ ഞാനൊരു കർഷകനാണല്ലോ. അപ്പം ഞാൻ വാഴയും ഈ കോഴിയും ഈ താറാവൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ കോഴിക്കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് വിശന്ന് കിടന്ന് കരയുന്നതാണ്. അല്ല, വേറെ ഒന്നുമില്ല. ഇല്ല സാർ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ധൈര്യമായിട്ടിരിക്കണം. ഓക്കെ സാർ, ശരി, ആയിക്കോട്ടെ. ശരി സാർ. എന്തോന്ന് മോളെ കാണിക്കുന്നത്? ഫോൺ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ അമ്മാവൻ നോണല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഉള്ള ആരും അങ്ങ് പറയണ്ടേ? ശരി, ആ പയ്യൻ വന്നെന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമാവൂലേ? അത് അദ്ദേഹത്തിന് വിഷമമാണ്. അദ്ദേഹം അവിടെ നിന്ന് വന്ന കൊച്ചിനെ കൊണ്ടുപോകണം, അവിടെ അഹങ്കാരവും തീരണം. മോളെ, നമ്മൾ അങ്ങനെ ആർക്കും പാര വയ്ക്കരുത്. ഒരാളിനെ നമ്മളെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ ഉപദ്രവിക്കരുത്. ആണോ? എന്ത് ഉപദ്രവം? വീട്ടിൽ നിന്ന് പഠിക്കാനാന്നും പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് കണ്ണി കണ്ട ചെക്കന്മാരൊക്കെ കറങ്ങാൻ പോകണോ വലിയ കാര്യം? എനിക്ക് അങ്ങനെ ആ കൊച്ചങ്ങനെ കറങ്ങാൻ പോണതായിട്ടൊന്നും തോന്നുന്നില്ല. ആണോ? അമ്മാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണോ കൊച്ചെല്ലാം ചെയ്യുന്നത്? പറയണ്ട, പക്ഷെ ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എങ്ങനത്തെ കൊച്ചാണെന്ന്. ആ കൊച്ചിനെ കണ്ടിട്ട് അമ്മാവൻ മനസ്സിലാവുന്നാണോ പറയുന്നത്? എന്നാ പറ, ആ കൊച്ചിന്റെ മനസ്സെന്താ, അല്ലെങ്കിൽ ആ കൊച്ചിന്റെ സ്വഭാവം എന്താ? പറ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ പിണങ്ങോ? ആലോചിക്കാനല്ല, പിണങ്ങൂല്ല എന്ന് പറഞ്ഞാലേ ഞാൻ പറയുള്ളൂ. ഇല്ല, പിണങ്ങില്ല, പറ. എനിക്ക് തോന്നുന്നു ആ കൊച്ച് നല്ല കൊച്ചാണെന്നാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ വന്നതിന് ശേഷം ഇത്ര ദിവസമായില്ല, അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നിൻ്റെ ചെറിയ കാര്യങ്ങൾ ഒഴിച്ച് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്? അതുമല്ല, ആ കൊച്ച് എൻ്റെ അടുത്ത് എന്ത് ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അറിയാം. എന്നെ അത്രയ്ക്ക് നല്ല രീതിയിൽ സ്നേഹിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ ഒരു കോടീശ്വരിയാണെന്നുള്ളതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല, അതിൻ്റെ ജാടയുമില്ല. അത്ര പാവം കൊച്ചാണ്. അമ്മാവനെ ഇനി എൻ്റെ അടുത്തൊരു വാക്കും വേണ്ടത്. യു ആർ എ ചീറ്റ്. മോളെ, നീ പിണങ്ങൂലെന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇല്ലാത്ത കാര്യം പറഞ്ഞട്ടെ. കത്ത് നീ കത്ത് ഞാൻ എഴുതൂല, പട്ടി മറന്നുപോയി. പിടിച്ചു. ഇത് കൊള്ളാല്ല. സത്യം പറയാൻ പറഞ്ഞിട്ട് സത്യം പറഞ്ഞവൻ പിണങ്ങി പോണ. എന്തൊരു കഷ്ടം ഇത്.